ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യത്തിൽ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി കോക്രോച്ച് ജനതാ പാർട്ടി. പോലീസ് പൊളിച്ചു നീക്കിയ സമരപ്പന്തൽ പ്രതിഷേധക്കാർ പുനർനിർമ്മിച്ചു. പോലീസും അഭിജിത് ദീപ്കയും തമ്മിൽ ജന്തർ മന്ദറിൽ വാക്കുതർക്കവും ഉണ്ടായി. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും വരെ ജന്തർ മന്ദറിൽ തുടരുമെന്ന് CJP വ്യക്തമാക്കി. एक सेकंड सर प्लीज लेट मी स्पीक सर। कल हम लोगों ने आपकी लाठियां खा ली है। लेट मी स्पीक सर। बहुत ब्रूटैलिटी करी है पुलिस ने कल। अभी का इशू एक सेकंड सर, मैं ये बोल रहा हूँ, कल आपने इतनी ब्रूटैलिटी करी, स्टूडेंट्स ने ब्रूटैलिटी सहन कर ली, सारी लाठियां खा ली, अपने सर फुड़वा लिया, हाथ फुड़वा लिए। വിശദാംശങ്ങളുമായി ശരത് ലാലാണ് ഡൽഹിയിൽ നിന്നും ചേരുന്നത്. ശരത്ത്, CJP പിന്മാറാൻ തയ്യാറല്ല. അവർ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും വരെ ഈ സമരം തുടരും, ജന്തർ മന്ദറിൽ തന്നെ തുടരും എന്ന് തന്നെയാണ് അവർ നിലപാടെടുത്തിരിക്കുന്നത്. പക്ഷേ പോലീസ് അവർക്കെതിരെ ഇന്നലെ തന്നെ ശക്തമായ നടപടികൾ സ്വീകരിച്ചതാണ്. ഇന്നും അതിനുള്ളൊരു സാധ്യത അവിടെയുണ്ടോ? അവിടെ സംഘർഷഭരിതമാകാനുള്ളൊരു സാഹചര്യം നിലവിൽ നിലനിൽക്കുന്നുണ്ടോ? എന്താണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ തുടർ നീക്കങ്ങൾ? ശ്യാമിലി, ഇന്നും സംഘർഷം നിലനിൽക്കുന്നു എന്ന് തന്നെ നിസ്സംശയം പറയാം. കാരണം പോലീസ് എല്ലാ സന്നാഹങ്ങളും, ടിയർ ഗ്യാസ് അടക്കമുള്ള എല്ലാ സന്നാഹങ്ങളും നിരത്തി വെച്ചിട്ടുണ്ട്. കാരണം ഏത് സമയവും പോലീസ് ആക്ഷൻ നടത്താനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും കേന്ദ്ര സുരക്ഷാ സേനകൾ ഈ ജന്തർ മന്ദറിൽ നടത്തിയിട്ടുണ്ട്. ഏതായാലും അത് എന്ത് പറഞ്ഞു, CJP പ്രവർത്തകരാവട്ടെ എന്ത് വന്നാലും ശരി തങ്ങളുടെ സമരപന്തലിൽ നിന്ന് ഇറങ്ങില്ല എന്നൊരു വാശിയിലുമാണ്. അതുമാത്രമല്ല, വേണമെങ്കിൽ പാർലമെന്റിലേക്ക് ഇന്നും മാർച്ച് തുടരുമെന്നും CJP വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ CJP സമരപന്തലിലേക്ക് വിദ്യാർത്ഥികളും യുവാക്കളും വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെ പാർലമെന്റിലും ഈ വിഷയം ഉന്നയിക്കാൻ വേണ്ടി ഇടത് എംപിമാരും അതുപോലെ തന്നെ കോൺഗ്രസ് എംപിമാരും തീരുമാനിച്ചിട്ടുണ്ട്. ഇടത് എംപിമാരായ A. റഹീമും അതുപോലെ ഡോക്ടർ ശിവദാസനും രാജ്യസഭയിൽ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. എന്നാൽ ലോക്സഭയിൽ KC വേണുഗോപാൽ നൽകിയ നീറ്റ് പരീക്ഷാ ചോർച്ചയും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയും ഒക്കെ ആവശ്യപ്പെട്ടുള്ള അടിയന്തര പ്രമേയമാണ് KC വേണുഗോപാൽ നൽകിയിരിക്കുന്നത്. അവിടെ പ്രത്യേക ശ്രദ്ധയുണ്ട്. CJPയുടെ സമരത്തെക്കുറിച്ച് ഒരു കാര്യം പോലും ഇതിൽ ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ്. കോൺഗ്രസ് ഇപ്പോഴും CJP സമരത്തിനെ പരിപൂർണമായി അല്ലെങ്കിൽ അതിന് പിന്തുണക്കുന്നതിൽ മാറി നിൽക്കുന്നു. കഴിഞ്ഞ ദിവസം ജയറാം രമേശും രാഹുൽ ഗാന്ധിയും ഒക്കെ തന്നെ ഇത് RSSന്റെ സപ്പോർട്ടീവ് സമരമാണെന്ന് ഇന്ത്യ ബ്ലോക്ക് യോഗത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിനെ ജോൺ ബ്രിട്ടാസ് എതിർക്കുകയും ഇടതുപക്ഷം എതിർക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇടതുപക്ഷം ഒരുമിച്ച് ഈ സമരത്തിനെ പൂർണ്ണ രൂപത്തിൽ പിന്തുണയ്ക്കുകയാണ്. അതുമാത്രമല്ല, ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കാനും ഇടതുപക്ഷം തീരുമാനിച്ചിരിക്കുന്നു. ഇതിനെ എങ്ങനെയാണ് കോൺഗ്രസ് ഈ സമരത്തെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളിലേക്ക് നേർന്ന അക്രമത്തെ അല്ലെങ്കിൽ അതുമാത്രം അപലപിക്കുകയും സമരത്തിന് പൂർണ്ണ പിന്തുണ നൽകാതിരിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് മാറും എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ സമരത്തിൽ കോൺഗ്രസിന്റെ നിലപാട് വളരെ വലിയ ഒരു വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗിനും ഇക്കാര്യത്തിൽ കടുത്ത അതൃപ്തിയുണ്ട്. കോൺഗ്രസ് നിലപാടെടുക്കുന്നവരെ MSM സമരരംഗത്ത് അല്ലെങ്കിൽ ജന്തർ മന്ദറിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ജന്തർ മന്ദിറിലേക്ക് അല്ലെങ്കിൽ ഒരു പിന്തുണമായി പോകാൻ MSF ഇതുവരെ തീരുമാനമില്ല. ഇതൊന്നും പരിഗണിക്കാതെയാണ് അല്ലെങ്കിൽ ഇടതുപക്ഷ കക്ഷി പാർട്ടികൾ മാത്രമാണ് ഇപ്പോൾ സമ്പൂർണ്ണമായി പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇന്നത്തെ ഇന്ത്യ മുന്നണി യോഗത്തിൽ ഇത് സംബന്ധിച്ച വ്യക്തമായ 10 മണിക്കാണ് ഇന്ത്യ മുന്നണി യോഗം. ഈ യോഗത്തിൽ CJPയുടെ സമരത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ഒരു ധാരണ ഇന്ത്യ സഖ്യത്തിൽ എടുക്കുമെന്നാണ് CJP പ്രതീക്ഷിക്കുന്നത്. എന്നാൽ CJP ആര് പിന്തുണച്ചാലും ഇല്ലെങ്കിലും തങ്ങൾ സമരവുമായി മുന്നോട്ട് പോകും, പാർലമെന്റിലേക്ക് മാർച്ച് ഇനിയും നടത്തും എന്ന ഒരു ഉറച്ച നിലപാടിലാണ് CJP. ഇവിടെ വെട്ടിലായിരിക്കുന്നത് കോൺഗ്രസ് ആണ്. രാഹുൽ ഗാന്ധി ഒരു നിലപാടെടുക്കുന്നു. എന്നാൽ കോൺഗ്രസിലെ ബഹുഭൂരിപക്ഷത്തിനും CJP സമരത്തിനെ പിന്തുണക്കുമെന്നൊരാഗ്രഹമുണ്ട്. എന്നാൽ രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ ഈ സമരത്തെ സംശയദൃഷ്ടിയോടുകൂടി CJP രാഹുൽ ഗാന്ധി കാണുന്നു. അതുമാത്രമല്ല, അദ്ദേഹം അത് പരസ്യമായി മറ്റു പ്രതിപക്ഷ നേതാക്കളോട് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇന്നത്തെ ഇന്ത്യ സഖ്യയോഗം 10 മണിക്ക് ചേരുന്ന ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കും. ശ്യാമിലി, നേരത്തെ ഒരു കാര്യം കൂടി ഉള്ളത്, ഇന്നലെയാണ് ഒരു ചർച്ചയ്ക്കൊരു അവസരം CJP നേതാക്കൾക്ക് ലഭിച്ചത്. അത് JP നദ്ദയുമായിട്ടാണ് ചർച്ച നടത്തിയത്. 10 മിനിറ്റോളം മാത്രമാണ് അതിൽ അവസരം ഉണ്ടായിരുന്നത് ഒരു ചർച്ചയ്ക്ക്. പക്ഷേ ആ ചർച്ചയിൽ ഇവർ പലതരം ആവശ്യങ്ങൾ, അതായത് ഈ സമരം എന്തുകൊണ്ട് CJPയുടെ ഈ സമരം, ഈ പ്രതിഷേധം ജന്തർ മന്ദറിൽ നടത്തുന്നു, ഇന്നലത്തെ പാർലമെന്റ് മാർച്ച് എന്തുകൊണ്ട് എന്നതടക്കം വിശദീകരിച്ചതുകൊണ്ട് ഒരു ലിസ്റ്റ് അടക്കം JP നദ്ദയ്ക്ക് ഏൽപ്പിച്ചിരുന്നു. അക്കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമെടുത്ത് അറിയിക്കാം എന്നാണ് പറഞ്ഞിരുന്നത്. അത്തരമൊരു നിലപാട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴുണ്ടോ? ഔദ്യോഗികമായ അത്തരം വിശദീകരണങ്ങൾ, അറിയിപ്പുകൾ എന്തെങ്കിലും ഉണ്ടോ?
JP നദ്ദയുമായി CJP നേതാക്കൾ നടത്തിയ കൂടിക്കാഴ്ചയിൽ 3 ആവശ്യങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. ഒന്ന്, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക. 2, മരണമടഞ്ഞ 21ഓളം വരുന്ന, അതായത് ആത്മഹത്യ ചെയ്ത 21ഓളം വരുന്ന നീറ്റ് പരീക്ഷയിൽ ആത്മഹത്യ 21 വരുന്ന അവരുടെ കുടുംബങ്ങൾക്ക് ഓരോ കോടി രൂപ വീതം നഷ്ടപരിഹാരം നൽകുക. വാൻചുങ്ങിനെ പിന്നെ ആശുപത്രിയിൽ നിന്ന് സമരപ്പന്തലിലേക്ക് തിരിച്ചെത്തിക്കുക. ഈ നിബന്ധനകളാണ് ഉന്നയിച്ചിരുന്നത്. ഇക്കാര്യത്തിൽ ഒരു നിബന്ധന അംഗീകരിക്കാൻ തയ്യാറാണ്. വാൻചുങ്ങിനെ ചികിത്സ നൽകിയ ശേഷം സമരപ്പന്തലിൽ തിരിച്ചെത്തിക്കാമെന്ന് സർക്കാർ അംഗീകരിക്കാമെന്ന് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റ് രണ്ട് ആവശ്യങ്ങളും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികൾക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകുകയാണെങ്കിൽ അത് മറ്റൊരു ട്രെൻഡ് സൃഷ്ടിക്കണം, കൂടുതൽ ആത്മഹത്യകൾ ഉണ്ടാവും എന്ന് സർക്കാർ ഭയക്കുന്നു. മറ്റൊന്ന്, ഒരു സമരത്തിന് പേരിൽ കേന്ദ്രമന്ത്രി രാജിവെക്കുക, അത് അപ്രായോഗികമാണ് എന്നും കേന്ദ്ര നേതൃത്വം അല്ലെങ്കിൽ BJP നേതൃത്വം CJPയെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. എന്നാൽ ഇക്കാര്യത്തിൽ തങ്ങളുടെ ആവശ്യത്തിന് ഒരു ഇട പോലും പിന്നോട്ടില്ല എന്ന കടുത്ത നിലപാടാണ് CJP പ്രവർത്തകരും നേതൃത്വവും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം വളരെ നിർണായകമാണ്. ഇന്ന് പോലീസ് എന്ത് നടപടിയെടുക്കും, കേന്ദ്ര സർക്കാർ എന്ത് നടപടിയെടുക്കും എന്നതാണ് ഇനി നമ്മൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. ശ്യാമിലി.